ചിൽഡ്രൻസ് ഹോമിൽ 15 വയസ്സുകാരൻ 17-കാരനെ ചുറ്റിക കൊണ്ട് അടിച്ചു കൊന്നു. UP സ്വദേശി അങ്കിതാണ് മരിച്ചത്. ഇന്നലെ രാത്രി 15-കാരനെ മർദ്ദിച്ചതിന്റെ വൈരാഗ്യത്തിലാണ് കൊലപാതകമെന്നാണ് പോലീസ് പറയുന്നത്. വിശദമായി അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ഉത്തരവിട്ടിരിക്കുകയാണ് ജില്ലാ കലക്ടർ. കാലത്ത് 6:30-യോടെയാണ് സംഭവം. ഇന്നലെ രാത്രിയിൽ അങ്കിത്തും 15 വയസ്സുകാരനും തമ്മിൽ വഴക്കും കയ്യാങ്കളിയുമുണ്ടായി. അങ്കിത്ത് 15-കാരന്റെ മുഖത്തടിച്ചു. ആക്രമണത്തിൽ 15-കാരന്റെ മുഖത്ത് പരിക്കേറ്റു. രാവിലെ എഴുന്നേറ്റ് പല്ല് തേക്കുമ്പോൾ വേദന അനുഭവപ്പെട്ടു. ഇതോടെ 15-കാരൻ പ്രകോപിതനായി. പിന്നാലെ സമീപത്തുണ്ടായിരുന്ന ചുറ്റികയെടുത്ത് കിടന്നുറങ്ങുകയായിരുന്ന അങ്കിത്തിന്റെ തലക്കടിച്ചു. കുട്ടിയെ ഉടൻ തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. 17 വയസ്സുള്ള കുട്ടി ഉറങ്ങായിരുന്നു, അവിടെ കിടക്കുകയായിരുന്നു. അപ്പോൾ ഒരു ചുറ്റിയെ എടുത്തിട്ട് അടിക്കാണ് ഉണ്ടായത്. അപ്പോൾ നമ്മൾ അതിനുശേഷം മെഡിക്കൽ കോളേജിൽ ഇവിടുത്തെ ആൾക്കാർ കൊണ്ടുപോയി. പക്ഷെ എന്നാലും രക്ഷിക്കാൻ സാധിച്ചില്ല, മരണപ്പെടുകയാണ് ഉണ്ടായത്. UP സ്വദേശിയായ അങ്കിത്ത് വർഷങ്ങൾക്ക് മുമ്പാണ് കേരളത്തിലെത്തിയത്. ഇരിഞ്ഞാലക്കുട ചിൽഡ്രൻസ് ഹോമിൽ നിന്നും 2023-ലാണ് തൃശ്ശൂരിലേക്ക് എത്തുന്നത്. ഒരു മാസം മുമ്പാണ് 15-കാരൻ എത്തുന്നത്. ജുവനൈൽ ജസ്റ്റിസ് നിയമപ്രകാരമുള്ള നടപടികൾ കൈക്കൊള്ളുമെന്ന് തൃശ്ശൂർ സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞു. 12 വയസ്സ് കഴിഞ്ഞ കുട്ടികൾ കുറ്റകൃത്യം ചെയ്യാൻ ലീഗലി സാധിക്കും. അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തം ആ കുട്ടികൾക്ക് തന്നെയാണ്. അപ്പോൾ ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് പറയുന്ന ആ മാനദണ്ഡങ്ങൾ പാലിച്ച് അതിൻ്റെ ശിക്ഷാ നടപടികൾ അതനുസരിച്ച് ഉണ്ടാവും. സംഭവം നടക്കുന്ന സമയത്ത് 2 കെയർ ടേക്കർമാരാണ് ഉണ്ടായിരുന്നത്. ഇവർക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു. ഇത് സംബന്ധിച്ച റിപ്പോർട്ടും ജില്ലാ കളക്ടർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. 18 അന്തേവാസികളാണ് നിലവിൽ ചിൽഡ്രൻസ് ഹോമിലുള്ളത്. റിപ്പോർട്ടർ, തൃശ്ശൂർ.